ഹലോ ഗൈസ്, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് എൻ്റെ അമ്മ എന്നെ ഒരു ഡൈനോസർ എഗ്ഗ് മേടിച്ചെടുത്ത് തന്നെ. അത് പക്ഷെ ഞാനത് ഇടുന്നത് വെള്ളത്തിലിടുന്ന ഇത് ഞാൻ കാട്ടിയില്ല. അത് വെറുതെ പിടിച്ചിട്ട് ഞാനത് നേരെ അങ്ങോട്ട് ഇട്ട്. അപ്പം നമ്മളത് വെള്ളത്തിൽ കിടക്കുന്നത് കാട്ടിട്ട് ഇതായിരുന്നു കേട്ടോ അതിൻ്റെ കവറും അവശിഷ്ടങ്ങളും ഒക്കെ സൈഡിലൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പം നമുക്ക് കാണാം. നമ്മുടെ എഗ്ഗ് ചെറിയ ക്രാക്കിംഗ് ഒക്കെ ഞാൻ കാണുന്നുണ്ട്. ഇതൊരു ദിവസം എടുക്കും ഇത് പൊട്ടാൻ. പിന്നെ വളർന്നു വരുന്നത് പിന്നെ നമുക്ക് വലിയ ആകാംക്ഷ ഒന്നും വേണ്ടല്ലോ. അതിന് ഓർബീസ് പോലെ ഉള്ളത്, പക്ഷെ പൊട്ടുന്നതാണ് നമുക്കറിയുന്നത്. ഒരു 3 മണിക്കൂറായിട്ടോ മുട്ട പൊട്ടി, പകുതി പൊട്ടി. ഇനിയൊരു ഇച്ചിരിയും കൂടെ മതി. ഹലോ ഗൈസ്, അപ്പം ഒരു ദിവസം കഴിഞ്ഞപ്പം നമ്മള് കൊച്ചൊക്കെ എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. വലുതായി. അതെ, നമുക്കിപ്പോൾ ഇതിനെ എടുക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ ഓർബീസിന്റെ മണമാണ്. ഓർബീസ് ആണെന്ന് തോന്നുന്നത്. ഇത് ഇറക്കി വെക്കുമ്പോൾ കുഞ്ഞതാവും, പക്ഷെ പൊക്കുമ്പോൾ വലുതാവും. ഇറക്കുമ്പോൾ കുഞ്ഞതായതുപോലെ തോന്നും, പൊക്കുമ്പോൾ വലുതായതുപോലെയും തോന്നും. ഇതിപ്പോൾ കുഞ്ഞാണ് അതേ വലുതാണെന്ന് അറിയത്തില്ല കേട്ടോ. മുള്ളിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോ നമുക്ക് ഇതിനൊക്കെ എടുത്ത് കളിക്കാൻ പറ്റും. ബർത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ട്. നമ്മളിപ്പം ബർത്ത് ബാൻഡ് ഇടാൻ പോവാണ്. പേരിട്ടേക്കുന്ന നോവല്. സാധാരണ കയ്യിലാണ് ഇടുന്നത്, കൈയില്ലാത്തതുകൊണ്ട് കഴുത്തെ ഇടുക. അപ്പൊ ഇതിപ്പോ 7 ദിവസം വെക്കാനായിരുന്നു. നമ്മളിപ്പോ 6 ദിവസം വെച്ചപ്പോഴത്തേക്കും ഇത് ഇത്രയായി. ഇത് പിന്നെ നല്ലതാണ് കേട്ടോ. ഇത് പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും. വെള്ളത്തിൽ ഇങ്ങനെ അതൊക്കെ ഇട്ട് വെക്കുമ്പോൾ ഇത് 50 രൂപയ്ക്ക് ഇത് വറുത്താം. പിന്നെ എക്സൈറ്റഡ് ആയിരിക്കും ഇത് നമ്മൾ വലുതാവുന്നത് തോറും. എനിക്കങ്ങനെ അത്ര തോന്നിയത്. ഇതിപ്പോൾ എന്തേ പണ്ട് ഈ തല്ല് വരെ ഫുള്ളും വെള്ളത്തിനകത്തായിരുന്നു. ഇപ്പം എന്തേ ഫുള്ളും വെള്ളത്തിൻ്റെ മുകളിലായി. പണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ എനിക്ക് പേടിക്കായിരുന്നു. ഈ അടി വരെ എത്തുമായിരുന്നു, കാല് വരെ. പക്ഷെ ഇത് എത്ര ഈ വലുതാക്കിയിട്ടും പറ്റുന്നില്ല. ഇത് 7ാമത്തെ ദിവസത്തിൻ്റെ കാര്യമാണ് നാളത്തെ. അപ്പം ഗൈസ്, ഇതാണ് നമ്മുടെ വൈറ്റ് ഷീപ്പ്. അപ്പം ഇസ്മി ജഹൻ ജിജ സൈനിങ് ഔട്ട്.